14 വർഷമാണോ ജീവപര്യന്തം തടവ്? എന്താണ് ഈ ഇരട്ട ജീവപര്യന്തം? വളരെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വെൽക്കം ബാക്ക് ടു വീക്ക്ലി എക്സ്പ്ലെയിനർ. ജീവപര്യന്തം എന്നാൽ 14 വർഷമല്ല, മരണം വരെ ജയിലിൽ എന്നാണ് അർത്ഥം. ഇരട്ട ജീവപര്യന്തവും ഇല്ല എന്നാണ് നിയമം. ജീവപര്യന്തം ശിക്ഷ എന്നാൽ എന്ത്? ഒരു ക്രിമിനൽ കേസിലെ കുറ്റക്കാരൻ എന്നു കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട പ്രതിയെ ജീവിതകാലം മുഴുവൻ അഥവാ മരണം വരെ ജയിലിൽ ഇടുക എന്നതാണ് ഈ നിയമപ്രകാരം ജീവപര്യന്തം ശിക്ഷ എന്നതിന് അർത്ഥം. അപ്പോൾ ജീവപര്യന്തം എന്നാൽ 14 വർഷമാണ് എന്ന് പറയപ്പെടുന്നതോ പൂർണ്ണമായും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിലോ ഏതെങ്കിലും നിയമത്തിലോ ജീവപര്യന്തം എന്നാൽ 14, 20, 50 വർഷമാണെന്ന് പറയുന്നില്ല. ജീവപര്യന്തം ശിക്ഷ എന്നാൽ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ എന്നാണ് അർത്ഥം. ഏത് നിയമത്തിലാണ് ജീവപര്യന്തം ജീവിതാവസാനം വരെ തടവാണെന്ന് പറഞ്ഞിട്ടുള്ളത്? വിവിധ സുപ്രീം കോടതി വിധികളിൽ ഇക്കാര്യം വ്യക്തമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2012 ജസ്റ്റിസ് KS രാധാകൃഷ്ണനും ജസ്റ്റിസ് മദൻ B ലേക്കൂറും അടങ്ങിയ ബെഞ്ച് ഇക്കാര്യം ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ജീവപര്യന്തം 14 വർഷമാണ് എന്നത് തെറ്റായ വാർത്തയാണോ? തീർച്ചയായും തെറ്റാണ്. 2012 ഇക്കാര്യം സുപ്രീം കോടതി അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇരട്ട ജീവപര്യന്തം എന്ന ശിക്ഷ യഥാർത്ഥത്തിൽ ഇല്ല. കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് വിചാരണ കോടതികൾക്ക് CRPC 31 പ്രകാരം 2-3 ജീവപര്യന്തം നൽകാമെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് യുക്തിയില്ലാത്ത നടപടിയാണെന്ന് ചീഫ് ജസ്റ്റിസ് താക്കൂർ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. ഇരട്ട ജീവപര്യന്തം അപ്പോൾ എങ്ങനെയായിരിക്കും അനുഭവിക്കുക? 1000 ജീവപര്യന്തം നൽകിയാലും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 14 വർഷത്തെ തടവുകളിൽ പുറത്തിറങ്ങാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് അവകാശമുണ്ടോ? ഇല്ല. ഒരു തരത്തിലുമുള്ള അവകാശമോ ഏതെങ്കിലും നിയമമോ ഇല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജീവപര്യന്തം പ്രതികൾ 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്? അവിടെയാണ് നാം എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 432 വകുപ്പ് പ്രകാരം തടവ് പുള്ളികൾക്ക് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് ശിക്ഷ ഇളവുകൾ നൽകാനുള്ള അധികാരമുണ്ട്. എന്നാൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയെ അപ്രകാരം മോചിപ്പിക്കണമെങ്കിൽ CRPC 433A പ്രകാരം അയാൾ ചുരുങ്ങിയത് 14 വർഷക്കാലമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കണം. ഈ 14 വർഷത്തെയാണ് ജീവപര്യന്തം കാലയളവായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഏതൊക്കെ ജയിൽ പുള്ളികൾക്കാണ് 14 വർഷം കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കുന്നത്? എത്ര ചെറിയ ശിക്ഷ ലഭിച്ച ആളാണെങ്കിലും ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ആളാണെങ്കിലും ജയിലിലെ പ്രതിയുടെ പെരുമാറ്റം, രോഗാവസ്ഥ, കുടുംബാംഗങ്ങളുടെ അവസ്ഥ, സംസ്ഥാന സർക്കാരിന് ശരിയാണെന്നും ആവശ്യമാണെന്നും തോന്നുന്ന മറ്റു സാഹചര്യങ്ങൾ ഇവ കണക്കിലെടുത്ത് പ്രതികളെ മോചിപ്പിക്കാവുന്നതാണ്. പക്ഷേ ജീവപര്യന്തം പ്രതികളെ CRPC 432 പ്രകാരം മോചിപ്പിക്കുമ്പോൾ പ്രതി 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ ഒന്നാകെ ഒരുമിച്ച് ഇത്തരത്തിൽ ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കരുതെന്ന് സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ കുറഞ്ഞു പോയത് പറഞ്ഞ് കോടതികളുടെ ജഡ്ജിമാരെയും തെറി വിളിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ നാം എല്ലാവരും നോക്കേണ്ടതാണ്. കോടതിയിലും നിയമവ്യവസ്ഥയും ലഭ്യമായ എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തി പരമാവധി ശിക്ഷ നൽകിക്കഴിഞ്ഞു. ജീവിതാവസാനം വരെ പ്രതികളെ ജയിലിലിടുക എന്ന വധശിക്ഷയേക്കാൾ കഠിനമായ വലിയ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. 14 വർഷക്കാലം കെട്ടുന്നതിനു ശേഷം ആ മനുഷ്യമൃഗങ്ങൾ പൊടിയും തട്ടി പുറത്തിറങ്ങാതിരിക്കാൻ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവപര്യന്തവും അതുപോലെ തന്നെ ഇരട്ട ജീവപര്യന്തം തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.